ഹായ് ഓൾ, നിഹാ ബ്രോഗ് ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇൻവിസിബിൾ സിബ് എങ്ങനെയാണ് കറക്റ്റായിട്ട് തന്നെ ചെരിവുകളൊന്നും ഇല്ലാതെ നീറ്റായിട്ട് നമ്മൾ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കുക കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസിനാണ് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇൻവിസിബിൾ സിബ് വെക്കുന്ന വീഡിയോ ഒരുപാട് ആൾക്കാർ നമ്മളടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നത്. പിന്നെ ചെറിയ വേരിയേഷൻസൊക്കെ വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ളതും കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫ്രണ്ട് പീസിനെ കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ആർക്കെങ്കിലും ഫ്രോക്കിൻ്റെ ബേസിക് സ്റ്റിച്ചിങ് ക്ലാസ്സിൽ ചേരണമെന്ന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ക്ലാസ് ചെയ്യുന്നതാണ്. താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. ബാക്ക് പീസിൽ മാത്രം സിബ് വെച്ച് കൊടുക്കുന്നത് കൊണ്ട് തന്നെ അതിനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്തിട്ടെടുക്കേണ്ടത്. അങ്ങനെ ഫ്രണ്ട് പീസിന് മാറ്റി വെച്ചതിന് ശേഷം വീണ്ടും ഒരു കോട്ടൺ ലൈനിങ്ങിനെ നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി മുകളിൽ നമുക്കൊരു സ്ട്രേറ്റ് ലൈനാണ് ആദ്യം തന്നെ കൊടുക്കേണ്ടത്. അത് നമ്മുടെ ക്ലോത്തിനെ ഒന്ന് ലെവലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു ലൈന് കൊടുക്കുന്നത്. അപ്പോൾ മെഷർമെൻറ്റുകൾ അടയാളപ്പെടുത്തുന്ന സമയത്ത് എപ്പോഴും കോട്ടൺ ലൈനിങ്ങിൽ മാത്രം അടയാളപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മൾ ഈ ഫോൾഡ് വന്നിട്ടുള്ള ഈ ഒരു സൈഡ് ആ ഒരു സൈഡിൽ നമുക്കൊരു 3/4 ഇഞ്ച് മാത്രം അടയാളപ്പെടുത്തി കൊടുക്കണം. കറക്റ്റായിട്ട് തന്നെ നമ്മൾ 3/4 ഇഞ്ച് മാത്രം അടയാളപ്പെടുത്തി കൊടുക്കട്ടോ. എന്നിട്ട് ആ ഒരു ഭാഗത്ത് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഒരു ലൈനും കൂടി വരച്ചിട്ടെടുക്കണം. ഇതാണ് നമ്മൾ സിബിൻ്റെ പോർഷന് വരുന്നത് കേട്ടോ. സിബിന് എക്സ്ട്രാ വേണ്ടിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ആ കട്ട് ചെയ്തെടുക്കുന്ന പോർഷനാണ് ഇപ്പം നമ്മൾ വരച്ചിട്ടെടുക്കുന്നത്. ഫോൾഡഡ് സൈഡിൽ നിന്നും 3/4 ഇഞ്ച് നമ്മൾ വിടുത്ത് മാർക്ക് ചെയ്ത് കൊടുത്തു. അതിന് നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഫ്രണ്ട് പീസ് ആ ഒരു ഫ്രണ്ട് പീസിന് ഈ ഒരു 3/4 ഇഞ്ചിൽ കറക്റ്റായിട്ട് തന്നെ നമ്മൾ വെച്ച് കൊടുക്കട്ടോ. ഫ്രണ്ട് പീസിൻ്റെ ഫോൾഡഡ് സൈഡും പിന്നെ നമ്മൾ 3/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തില്ലേ ആ ഒരു പോർഷനും കറക്റ്റായിട്ട് തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് കൊടുക്കുക. പിന്നെ മുകളിലെ ആ ഒരു ലൈന് നമ്മൾ ക്ലോത്തിനെ ലെവലാക്കാൻ വെച്ചില്ലേ ആ ഒരു ലൈനിലും വെക്കുക നമ്മളെ ഷോൾഡർ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബിഗിനേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും പിന്നൊക്കെ ചെയ്ത് നല്ല നീറ്റാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. പിന്നെ ബാക്ക് നെക്ക് നമുക്ക് സെപ്പറേറ്റ് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ ആ ഒരു രീതിക്ക് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഫ്രണ്ട് പീസിന് സെയിം ആക്കിയിട്ട് തന്നെയാണ് ബാക്ക് നെക്കും കട്ട് ചെയ്തിട്ടെടുക്കുന്നത് കേട്ടോ. ഇനി ആദ്യം നമ്മൾ ബാക്ക് പോർഷനിൽ 3/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തില്ലേ അതിൻ്റെ താഴെ ഭാഗത്ത് നമുക്ക് ചെറിയൊരു നോച്ചസ് ഇട്ട് കൊടുക്കാം. ആ 3/4 ഇഞ്ച് നമുക്ക് കറക്റ്റായിട്ട് തന്നെ അറിയാൻ വേണ്ടിയിട്ടാണ്. ശേഷം ആ ഒരു പാർട്ടിനെ നമുക്കൊന്ന് സെപ്പറേറ്റ് ആക്കി കൊടുക്കാം. ഇനി ടോപ്പിലേക്ക് എങ്ങനെയാണ് സിബ് പിടിപ്പിക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ലൈനിങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ലൈനിങ്ങിൽ നമ്മൾ മാർക്കിംഗ് ഒക്കെ അടയാളപ്പെടുത്തി കൊടുക്കാൻ കേട്ടോ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മാർക്കിങ്. അപ്പോൾ നെക്കിൻ്റെ ആ ഒരു ഭാഗവും സിബിൻ്റെ ആ ഒരു പോർഷനും പിന്നെ നമ്മളെ ഷേപ്പ്, ആം ഹോള്, ഷോൾഡർ ഒഴികെ ബാക്കി എല്ലാ പോർഷൻസും നമുക്കൊന്ന് വരച്ചിട്ടെടുക്കണം. അപ്പോൾ വരച്ചിട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. അപ്പോൾ ഇതേ രീതിക്ക് 2 പീസിലും നമുക്ക് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ നമ്മുടെ മെയിൻ ഫാബ്രിക്കിൻ്റെ നല്ല ഭാഗത്ത് ആണ് നമ്മളിപ്പോൾ ലൈനിങ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പോർഷൻസൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുകയാണ്. ഷേപ്പ്, ആം ഹോള്, പിന്നെ നെക്കിൻ്റെ ആ ഒരു ഭാഗം, ഷോൾഡറിൻ്റെ ഭാഗം എന്താ കണ്ടോ നമ്മൾ ആ ഒരു മെയിൻ ഫാബ്രിക്കിൽ മാത്രമാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നെക്കിൻ്റെ പോർഷന്, പിന്നെ സിബിൻ്റെ പോർഷന്. അപ്പോൾ സിബിൻ്റെ പോർഷനൊക്കെ നമ്മൾ ആ ഒരു അറ്റത്ത് കൂടെ മാത്രമാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് നമ്മൾ ആ തയ്യൽ തുമ്പൊക്കെ കാണാതെ നല്ല വൃത്തിക്ക് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റിച്ചിങ് അത്ര മാത്രമേ ഉള്ളൂ. ഇനി 2 പീസും നമുക്ക് അതേ രീതിക്ക് തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം. ശേഷം ബാക്കി വന്നിട്ടുള്ള എല്ലാ പീസിനെയും നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് വൃത്തിയാക്കി കൊടുക്കണം. അപ്പോൾ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് എപ്പോഴും ഒരു 1/4 ഇഞ്ച് എക്സ്ട്രാ വിട്ടിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് എല്ലാ പോർഷൻസും കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം. ഈ 2 പോർഷനും ഒന്ന് മറിച്ചിട്ടെടുക്കണം കേട്ടോ. ഇതാ കണ്ടോ ഈ ഒരു രീതിക്ക് മറിച്ചിട്ടെടുക്കാം. മറിച്ചെടുത്തതിന് ശേഷം നല്ല രീതിക്ക് തന്നെ വെച്ചിട്ട് നമ്മളൊന്ന് അയൺ ചെയ്തിട്ടെടുക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് സിബ് വെക്കുന്നതായാലും നമ്മളെ ടോപ്പായാലും കാണാനായിട്ട് നല്ല നീറ്റായിട്ടിരിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 പീസും നമ്മൾ മറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് പീസ് ഇപ്പോൾ നമ്മൾ മറിച്ചെടുത്തിട്ടില്ല കേട്ടോ. കാരണം നമുക്ക് ഷോൾഡർ ഹൈഡായിട്ട് വേണ്ട സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം നീളത്തിലുള്ളൊരു സിബാണ് ഞാൻ ഈ ഒരു ക്രോപ്പ് ടോപ്പിന് വെക്കാനായിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത്. 15 ഇഞ്ച് ലെങ്ത്താണ് ഈ ഒരു ക്രോപ്പ് ടോപ്പ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇനി ബാക്ക് പോർഷൻ്റെ 2 പാർട്ടും നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ നല്ല ഭാഗവും ചേർത്ത് വെക്കുക. ശേഷം നമ്മൾ കോട്ടൺ ലൈനിങ്ങിൽ 3/4 ഇഞ്ചിൽ നോച്ചസ് ഇട്ട് കൊടുത്തില്ലേ. അപ്പോൾ ആ ഒരു നോച്ചസിൽ കറക്റ്റായിട്ട് തന്നെ ഇങ്ങനെ മുകളിലേക്ക് 2 ഇഞ്ചൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക കേട്ടോ.
കറക്റ്റായിട്ട് ആ നോച്ചസിൻ്റെ അവിടെ നിന്ന് തന്നെ നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങണം. ഈ ഒരു രീതിക്ക് ഒരു 2 ഇഞ്ചൊക്കെ മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിന് വീണ്ടും താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അങ്ങനെ നമ്മളവിടെ ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ടോപ്പിനെ ഒന്ന് ഇതേ രീതിക്ക് മറിച്ച് വെക്കുക കേട്ടോ. ഇതാ കണ്ടോ, ഈ ഒരു രീതിക്ക് മറിച്ച് വെക്കുക. ഇനി നമ്മൾ നല്ല ഭാഗത്താണ് സിബ് വെച്ച് കൊടുക്കുന്നത്. ഇതിനെങ്ങനെ ഒന്ന് ഓപ്പൺ ആക്കി കൊടുക്കുക. പിന്നെ ഈ ഒരു ഫോൾഡ് സൈഡ് ഒന്ന് അവിടെ ഇങ്ങനെ ഇത് വെറുതെ ഒന്ന് ഫോൾഡ് ആക്കി കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ സിബ് എടുക്കുക, സിബ് ഓപ്പൺ ആക്കുക. പിന്നെ സിബിൻ്റെ നല്ല ഭാഗവും ടോപ്പിൻ്റെ നല്ല ഭാഗവും വെച്ചിട്ട് ഇതാ കണ്ടോ ഈ ഒരു രീതിക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മൾ ഒരു മെഷർമെൻറ്റ് നോക്കേണ്ട ആവശ്യമില്ല. കറക്റ്റ് ആ 1/4 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തില്ല. അപ്പോൾ ആ സിബ് അവിടെ കറക്റ്റായിരിക്കണം. മുകളിലേക്കൊന്നും നമ്മൾ മെഷർമെൻറ്റ് നോക്കേണ്ടതില്ല കേട്ടോ. പിന്നെ സിബിൻ്റെ എൻഡിലായിട്ട് ഇങ്ങനെ ഒരു ചെറിയ പിന്നെ നമ്മൾ ടെക്ക് ഇട്ട് കൊടുക്കുന്ന പോലത്തെ ഒരു സംഭവം ഉണ്ടാവില്ല, സിബ് അപ്പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കുറച്ച് മുകളിലേക്ക് ആക്കിയിട്ട് വേണം നമ്മൾ വെച്ച് കൊടുക്കാനായിട്ട്. അതിനുശേഷം നമ്മൾ ഈ ഒരു പല്ല് ഈ ഭാഗത്തേക്ക് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തിട്ട് അടിവരെ സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുക. അടിവരെ എന്ന് പറഞ്ഞാൽ നമ്മൾ 2 ഇഞ്ച് മുകളിലേക്ക് സ്ട്രൈറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തില്ലേ, അതിൻ്റെ 1 ഇഞ്ച് താഴെയൊക്കെ മതിയാവും നമ്മൾ സ്റ്റിച്ചിങ്. അപ്പോൾ 1 ഇഞ്ച് താഴെ ആക്കിയിട്ട് ഞാനിവിടെ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നുമില്ല, നല്ല ഭാഗവും വെച്ചിട്ട് നമ്മൾ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് മാത്രം സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇതാ കണ്ടോ, സിബിൻ്റെ ആ ഒരു പിന്നെ ഭാഗവും നമ്മളെ ടോപ്പും കറക്റ്റായിട്ടാണ് കേട്ടോ ഇപ്പം നിൽക്കുന്നത്. ആ ഒരു വിടുത്താണ് ഞാൻ പറഞ്ഞത്. ഇനി നമ്മൾ ഈ ഒരു ടോപ്പിനെ നേരെ അടിഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതാ കണ്ടോ ഈ ഒരു രീതിക്ക് ഒന്നുമില്ല, അതിന് നേരെ ഓപ്പോസിറ്റ് ആക്കി കൊടുത്തു, അത്രേ ഉള്ളൂ. ഇനി ഈ ഒരു സിബ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയില്ലേ, ഇവിടം വരെ ഒന്ന് പിന്നെ ഇതാ കണ്ടോ ക്ലോസ് ആക്കി കൊടുക്കുക. ഇങ്ങനെ ക്ലോസ് ആക്കി കൊടുത്തതിന് ശേഷം കറക്റ്റായിട്ട് വെക്കുക. ഇപ്പോൾ ഇങ്ങനെ ആവുന്ന സമയത്ത് നമ്മൾ സിബ് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഏറ്റക്കുറച്ചിലുകളില്ലാതെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ആ ഒരു സിബ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ തൊട്ടിപ്പുറത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ അതിനെ കിട്ടുന്നതാണ്. ശേഷം നമ്മൾ മറ്റേത് സ്റ്റിച്ച് ചെയ്തെടുത്ത പോലെ തന്നെ ആ ഒരു പല്ലൊന്ന് ഇങ്ങോട്ടേക്ക് പ്രസ് ചെയ്തിട്ട് കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. ഇതാ കണ്ട് ഇത്രേ ഉള്ളൂ. പിന്നെ എൻ്റെ ഭാഗത്ത് എത്തുമ്പോഴും ഫസ്റ്റ് നമ്മൾ തുടങ്ങുന്ന സമയത്തും നമ്മൾ എപ്പോഴും കെട്ടിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ബാക്കി വന്നിട്ടുള്ള നൂലുകളൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സിബിൻ്റെ കുടുങ്ങാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇനി നമുക്ക് സിബ് പിന്നെ ഫുള്ളായിട്ട് പുറത്തേക്ക് എടുക്കണ്ടേ. അപ്പോൾ ഇതാ കണ്ടോ അടിഭാഗം ഈ ഒരു രീതിക്കായിരിക്കും. അപ്പോൾ ഇനി സിബിനെ നമുക്ക് പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ബാക്കോട്ടേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് അതിനെതാ ഇങ്ങനെ മുകളിലേക്ക് വെക്കുക. ഇത് കണ്ടോ ഈ ഒരു രീതിക്ക് ഫുള്ളായിട്ട് നമ്മൾ നേരെ വലിച്ചെടുത്താലും മതി. ഞാനിപ്പോൾ ഒന്ന് അപ്പുറത്തേക്ക് തിരിച്ചിട്ടാണ് വലിച്ചിട്ടെടുക്കുന്നത്. ഇതാ കണ്ടോ ഒന്നുമില്ല, നമ്മൾ സാധാ വെക്കുന്ന പോലെ വെച്ചു, സിബ് എടുത്തു. അതൊക്കെ നിങ്ങൾ ഇപ്പോൾ കാണുന്ന സമയത്ത് ചിലപ്പോൾ മനസ്സിലായിട്ടും ചെയ്യുന്ന സമയത്ത് അത് ഇത്ര മറിച്ചിടാനുള്ളൂ എന്നുള്ള ആ ഒരു ഇത് വരും കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കിയിട്ടൊക്കെ ചെയ്യുക. പിന്നെ ഓരോ കാര്യങ്ങളും നമുക്ക് പിന്നെ ഇതിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചെയ്താൽ മതിയല്ലോ അങ്ങനെ ചെയ്താൽ മതിയല്ലോ എന്നൊക്കെ തോന്നിപ്പോകും കേട്ടോ. ഇനി ഇതാ കണ്ടോ സിബിൻ്റെ മുകളിൽ 2 പിന്നെ പീസുകളും ബാലൻസ് ആയിട്ട് വന്നിട്ടുണ്ട് അല്ലേ. അത് രണ്ടും നമ്മൾ ആ ഒരു ഫോൾഡ് ചെയ്ത ആ ഒരു പീസ് അതിൻ്റെ അടുക്ക് കണ്ടോ ഇങ്ങനെ ഫോൾഡ് ആക്കുക. അപ്പോൾ ചില സമയത്ത് എപ്പോഴും അല്ല, ചില സമയത്ത് ഇപ്പോൾ ബിഗിനേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ചെറുതായിട്ട് ചെറിയ ഒരു പോയിൻ്റ് അല്ലെങ്കിൽ 2 പോയിൻ്റൊക്കെ ചിലപ്പോൾ മുകളിലേക്കോ അടിയിലേക്കോ ഒക്കെ നിൽക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് നമ്മളിപ്പോൾ ഈ സിബ് ഇതെങ്ങനെ താഴോട്ടേക്ക് ഫോൾഡ് ചെയ്തിട്ട് ഇപ്പോൾ കെട്ടിട്ട് കൊടുക്കണില്ല. അപ്പോൾ ഒന്നും കൂടി നമ്മൾ അവിടെ ഒന്ന് ലെവലാക്കിയിട്ട് മാത്രം ചെയ്ത് കൊടുത്താൽ മതി. അതൊക്കെ നിങ്ങൾക്ക് ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും കേട്ടോ. ഓരോ കാര്യങ്ങളും നമുക്ക് ചെയ്യുന്ന സമയത്താണല്ലേ ഇങ്ങനെ ചെയ്താൽ എളുപ്പമാവും, അങ്ങനെ ചെയ്താൽ എളുപ്പമാവും, ഇതിപ്പോൾ ഇങ്ങനെ ചെയ്താൽ പോരെ എന്നാൽ കറക്റ്റ് ആവില്ലേ എന്നുള്ള തോന്നലുകളൊക്കെ നമുക്ക് ചെയ്യുന്ന സമയത്ത് വരുന്നതായിരിക്കും. അപ്പോൾ ഇനി 2 ഭാഗം നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അവിടെ ഒന്ന് കെട്ടിട്ട് കൊടുക്കാം. സിമ്പിളായിട്ട് ഇൻവിസിബിൾ സിബ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന മെത്തേഡാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ യാതൊരു തരത്തിലുള്ള കൺഫ്യൂഷനും ഇല്ല. പിന്നെ നമ്മൾ ഹൈഡ് ചെയ്തിട്ട് സിബ് ഹൈഡ് ചെയ്തിട്ട് ചെയ്യുന്ന മെത്തേഡുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഉടൻ തന്നെ അപ്ലോഡ് ആക്കാം. പിന്നെ ഇതിപ്പോൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഏറ്റവും സിമ്പിളായിട്ട് ഒരു തരത്തിലും മാറിപ്പോവാതെ നമ്മൾ സത്യം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല സിമ്പിളാണ് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ഫോട്ട് മാറ്റിയിടുന്നൊരു പ്രശ്നം വരുന്നുണ്ട് കേട്ടോ. നമ്മൾ നോർമൽ ഫോട്ട് വെച്ചിട്ട് ഇങ്ങനെ നല്ല സിമ്പിളായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുമായിരിക്കും അല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിലായിരിക്കും ഈ ഒരു സിബ് വെക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഫോട്ടോ ഒന്ന് ചേഞ്ച് ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ ഞാനിപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ പൈപ്പിംഗ് ഫോട്ട് വെച്ചിട്ട് തന്നെയാണ് ചെയ്തെടുക്കൽ. അതായത് സിബ്ബർ ഫോട്ട് തന്നെയാണ് പൈപ്പിംഗ് ഫോട്ടും, രണ്ടും സെയിം തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഫുള്ളായിട്ട് ചെയ്തെടുക്കാറുള്ളത്. അതുകൊണ്ട് എനിക്കതൊരു റിസ്ക് ആയിട്ട് തോന്നിയിട്ടില്ല.